നല്ല മഴയുണ്ട്. ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ. ക്യാമറ അറിയുന്നുണ്ടോ എന്നറിയില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു തൃണികാമറിയ യൂട്യൂബ് ചാനൽ. അപ്പം കുറെ ദിവസമായെന്ന് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. കാരണം ഇപ്പൊ കൂടുതലും കുക്കിംഗ് വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത്. അപ്പം ഒന്ന് വെറൈറ്റി ആയിക്കോട്ട് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്ന് എടുത്തതല്ല, കഴിഞ്ഞ സൺഡേ എടുത്തതാണ് കേട്ടോ. അപ്പം കുക്കിംഗ് വീഡിയോസ് കുറച്ച് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം അത് ഡിലേ ആയതാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ. അപ്പം ഇപ്പൊ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാന്ന് കരുതി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വ്ളോഗിൽ കാണാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്തിട്ടേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കാം. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അപ്പൊ എന്നത്തെയും പോലെ രാവിലെ 9 മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റത്. ദിവസം ആ ടൈം ആകാറുണ്ട് കേട്ടോ ഉറക്കം എഴുന്നേക്കാൻ. ഏഞ്ചൽ ഉറങ്ങാൻ തന്നെ ഒരു 12 മണി ആ ടൈം കൂടി പോയാൽ മാക്സിമം 12 മണി 12:15 ആ ടൈമൊക്കെ ആവും കേട്ടോ. അതിന് നേരത്തെ ഉറങ്ങാനാണെങ്കിൽ ഒരു 10 മണി 10 ഒരു 10:30 10:45 ആകുമ്പോൾ തന്നെ ആളങ്ങ് ഉറങ്ങും. ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. പിന്നെ ഏഞ്ചൽ എഴുന്നേൽക്കുമ്പോൾ ഞാനും കൂടെ അങ്ങ് എഴുന്നേക്കും. പിന്നെ മിക്ക ദിവസം ഏഞ്ചൽ ഇതുപോലെ നല്ല മൂഡിലൊക്കെ ആയിരിക്കും കേട്ടോ ഉറക്കം എഴുന്നേക്കുന്നതൊക്കെ. ഭയങ്കര കളിയും ചിരിയും ഭയങ്കര ഹാപ്പിയിലൊക്കെ ആയിരിക്കും മിക്ക ദിവസങ്ങളിൽ അവള്. അങ്ങനെ കരഞ്ഞിട്ടൊന്നും അങ്ങനെ ഉറക്കം എഴുന്നേക്കാറില്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റപ്പം എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗും കൂടെ അങ്ങ് എടുത്തു കേട്ടോ. അതായത് ഈ വീഡിയോയും കൂടെ അങ്ങ് എടുത്തു, ഏഞ്ചലിന് ഞാനായിട്ട് കളിക്കുന്ന വീഡിയോ. സാധാരണ ഇങ്ങനെ ഒരു കളിക്കൽ ഞങ്ങൾക്ക് ശീലമുള്ളതാണ് ബെഡിൽ കിടന്നിട്ട്. പക്ഷേ അന്നൊന്നും വീഡിയോ എടുക്കത്തില്ല, ഇന്നിങ്ങനെ വീഡിയോ എടുത്തു. പ്രിയ പതിവില്ലാതെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉറക്കം എഴുന്നേറ്റ സമയത്ത് പ്രിയനെ അടുത്ത് കണ്ടില്ല. പിന്നെ ഇത് ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആയിട്ട് വലിയ ഓർമ്മയൊന്നും ഇല്ല. ഞാൻ കണ്ടോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. പ്രിയ ആണ് കേട്ടോ പറഞ്ഞത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവള് കൂടെ ഇല്ലായിരുന്നെന്നും. ഞാൻ ജസ്റ്റ് ഏഞ്ചൽ അവനെ കളിപ്പിച്ച് ഹായ് പറ ബൈ പറ എന്നൊക്കെ പറയുമ്പോൾ ഏഞ്ചൽ അതൊക്കെ അതുപോലെയൊക്കെ കാണിച്ച് പിന്നെ എന്നെ തൊട്ട് അവിടെ തൊട്ട് ഞാൻ അവളെ നോക്കി കളിപ്പിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ സമയം കളഞ്ഞോണ്ടിരുന്നത്. ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഞാൻ എഴുന്നേറ്റ് താഴെ പോയിട്ട് നമുക്ക് പല്ലിയേക്കുകയും കുളിക്കുകയും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് അനീഷയും ഏഞ്ചലും ഭാവയും കൂടെ ഇങ്ങനത്തുള്ള വീഡിയോസ് ഒക്കെ എടുത്തത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ താഴെ അമ്മേനെയും അടുക്കളയെ കുറച്ച് സഹായിക്കണമായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് വെട്ടുകാട് പള്ളി പെരുന്നാളാണല്ലോ. അപ്പം അവിടെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ രാവിലെ തന്നെ പരിപാടികളെല്ലാം തീർക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ താഴോട്ട് പോയി അമ്മേനെ സഹായിക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നേരത്തെ എഴുന്നേക്കുന്ന കൂട്ടത്തിലല്ല. ഞാൻ 8 മണിക്കാണ് സാധാരണ എഴുന്നേക്കാറ്. 8 മണി ഒരു 8:30 ആ ഒരു ടൈമില് എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഇപ്പൊ ഉറങ്ങുന്ന ആ ഒരു ഇത് കണക്കൊക്കെ ഇരിക്കും ഞാൻ എഴുന്നേക്കുന്നേക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന എന്റെ ഡെയിലി റൂട്ടീനിൽ പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എഞ്ചിനും ഭാവിയായിട്ടുള്ള കളിയൊക്കെ കഴിഞ്ഞു. ഞാൻ എഞ്ചിനെയും കൊണ്ട് താഴോട്ട് വന്ന് ആദ്യം ചെയ്യുന്ന കാര്യം എന്തായി നടക്കുന്നതാണ് കേട്ടോ. ദിവസം ഉറക്കം എഴുന്നേറ്റ് എണ്ണയിട്ട് എഞ്ചിനെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്ത് സുന്ദരി കുട്ടപ്പി ആക്കിയതിന് ശേഷമാണ് ഞാൻ എന്റെ ദിവസങ്ങൾ തുടങ്ങുന്നത്. അന്നും പതിവ് തെറ്റിച്ചില്ല, അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ സൺഡേ ആകുമ്പോൾ ഞാൻ ഷാമ്പു ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല കേട്ടോ കുളിപ്പിക്കാറ്. എന്റെ കൂടെ കുളിപ്പിക്കാൻ സഹായത്തിന് അമ്മയോ പ്രിയയോ വല്ലതും കാണാറുണ്ട്. കൂടുതൽ ടൈമും പ്രിയയാണ് കൂടെ ഉണ്ടാവുന്നത്. അമ്മ അടുക്കള ജോലിയില്ലെങ്കിൽ മാത്രമേ വരത്തുള്ളൂ ഹെൽപ്പ്. ഏഞ്ചലിനെ കരച്ചില് കുളിക്കാൻ നേരത്ത് പതിവാ. തലയിൽ വെള്ളം ഒഴിക്കുന്നവരെ അവള് കൂളാ. തലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തുടങ്ങും കരയാനൊക്കെ. ഈ ഡ്രസ്സൊക്കെ ഏഞ്ചലിനെ പള്ളി കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചാണ്ടോ. എടുത്ത് വെച്ചതൊക്കെ വെറുതെ പോയി. ആകെ ഒരു ദിവസം ഒരു ഡ്രസ്സ് മാത്രമാണ് ഫുൾ അവൾ ഇട്ടത്. ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. അങ്ങനെ ഏഞ്ചലിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം.
നേരെ അനിയനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിലോട്ടാണ് പോയത്. തുണിക്കടയിലൊക്കെ ഇല്ലേ, കേറിയാ വിചാരിച്ച സമയത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനും പ്രിയയും ഓട്ടോയിൽ തന്നെ പോസ്റ്റ് ആയിട്ട്. നല്ല മഴയുണ്ടായിരുന്നു. എഞ്ചിനും കുറച്ചു നേരം ഞങ്ങളുടെ അവിടെ ഓട്ടോയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവള് ഇച്ചിരി വാശി പിടിച്ച കാരണം ഞങ്ങൾ അമ്മയുടെ കൊണ്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്ന് ഒരു 3:30 ആ ടൈമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട്, കാരണം അവിടെ പോയാൽ ശരിയാവത്തില്ല. പിന്നെ ഫുഡിന്റെ കാര്യം നേരെ ആവത്തില്ല. പിന്നെ ഏഞ്ചലും ഉള്ളതാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഉച്ചത്തെ ഫുഡ് എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പോൾ അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. പിന്നെ കണ്ടാൽ 3:30 അതൊന്നും ഫീൽ ചെയ്യത്തില്ല, ഒരു 5 മണിയെങ്കിലും ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. ആ സമയത്ത് വെറുതെ നേരം പോക്കിന് ഓട്ടയിരുന്ന് എടുത്ത വീഡിയോസ് ആണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞങ്ങളിതിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ട്രിവാൻഡ്രത്ത് വെട്ടുകാട് എന്നുള്ള ഒരു പള്ളിയുണ്ട് കേട്ടോ. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്, തീർത്ഥാടന പള്ളിയാണ് കേട്ടോ. അപ്പം എല്ലാ വർഷവും നവംബർ മാസം ഇങ്ങനെ ലാസ്റ്റ് വീക്കാണ് അവിടെ പെരുന്നാൾ വരാറ്. അപ്പൊ ഞങ്ങൾ പോകാറുണ്ട്. ഇതിപ്പം ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ്. അതുപോലെ പതിവ് തെറ്റിച്ചില്ല, ഈ വർഷവും ഞങ്ങൾ പോയി. ഈ വർഷം പിന്നെ ഏഞ്ചലിന്റെ ഫസ്റ്റ് യാത്രയാണ് കേട്ടോ അങ്ങോട്ട്. കാരണം ഏഞ്ചൽ ജനിച്ചതിന് ശേഷം വന്ന ആദ്യത്തെ പെരുന്നാളാണ്. അവസാനമായിട്ട് ഏഞ്ചലിന്റെ വയറ്റിൽ കിടന്നപ്പോഴായിരുന്നു ഞങ്ങൾ പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഏഞ്ചലിന്റെ ആദ്യത്തെ പെരുന്നാളും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഖുഷിയിലായിരുന്നു. കാരണം ഏഞ്ചലിന്റെ ആദ്യത്തെ പെരുന്നാളാണ്, നല്ല കണക്ക് അവിടെ കൊണ്ടുപോയി എല്ലായിടം കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വെറുതെ പോയി കേട്ടോ. അത് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോ. ഏഞ്ചൽ ഓട്ടെ കയറിയ സമയത്ത് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഏകദേശം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 മണിക്കൂറത്തെ യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങളെല്ലാം 2 മണിക്കൂറൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിന്റെ വഴി ഏഞ്ചൽ ഇപ്പൊ എഴുന്നേറ്റ് ആൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതായത് ആളെ തന്നെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അതിന്റെ ഭാഗമാണ് ഈ പിടിച്ചിരിക്കൽ എല്ലാം. കൊച്ചിനറിയാൻ ഞങ്ങള് വഴി വെച്ച് ഒരു ചായക്കട കണ്ട് അങ്ങ് നിർത്തി കേട്ടോ. കാരണം ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പം അവിടെ നിന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്റെ അനിയൻ അവിടെ വെച്ച് ആറ്റുനോട്ടൊരു എന്താ പറയണ്ടേ, ഒരു എന്താടി മേടിച്ചത്, ഒരു മുട്ട ബജ്ജി മേടിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചാശയോടെ അത് വായിലിട്ടതും തെറിച്ചു പോയി. ഒരു മുട്ട അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ മുട്ട ബജ്ജിയുടെ പകുതി മുട്ടയിലേ കാണത്തുള്ളൂ, ഇതിനകത്ത് ഒരു മുട്ട ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പകുതിയേ ഉള്ളൂ എന്ന ധാരണയിലാണ് അതൊന്ന് കടിച്ചത്. നോക്കിയപ്പോ അതങ്ങ് തെറിച്ചു. പക്ഷെ വഴി ഉണ്ടായിരുന്നു. അവൻ 2ാമത്തെ മുട്ട മറിച്ച് വാങ്ങി ആ വിഷമം തീർത്ത കേട്ടോ. കൂടെ ഞാനും അങ്ങ് വാങ്ങിച്ചൊരു മുട്ട ബജ്ജി. അഭി കഴിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു കൊതിയായി. കാരണം ആ മുട്ട പറന്നു പോകുന്ന കണ്ടപ്പോഴും ഒരു ആഗ്രഹം വന്നു. അപ്പൊ പിന്നെ ഞാനും ഒരു മുട്ട ബജ്ജിയും കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഒരു വാഴയ്ക്കപ്പം മുട്ട ബജ്ജിയും കൂടിയിട്ട് വാങ്ങിച്ചു. പിന്നെ 2 വാഴയ്ക്കപ്പം 2 മുട്ട ബജ്ജി അങ്ങ് കഴിച്ചു. ഇവിടം വരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഞങ്ങളും വിചാരിച്ചതിനപ്പുറം എന്താ പറയണ്ടേ, ഭയങ്കര സ്മൂത്ത് ആയിട്ട് ആയിരുന്നു കേട്ടോ എല്ലാം പൊക്കോണ്ടിരുന്നത് ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ. ഞങ്ങള് നല്ല പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു പോയത്. കാരണം ഏഞ്ചലിന്റെ ഫസ്റ്റ് ഇതായിരുന്നു, കൊട എടുക്കണം. കാരണം ഏഞ്ചലിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അനീഷ് കൊട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏഞ്ചലിനെയും കൂടെ കൊണ്ടുവന്നിട്ട് കൊടയും കൂടെ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അതേ ഫ്ലോപ്പായത് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എന്താ കാര്യമൊന്നും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തിയും കാണും. ഇത് തന്നെ ആയിരുന്നു. വീഡിയോയിലൊക്കെ കുറവാ, നേരിട്ട് കാണുമ്പോഴായിരുന്നു ഇതിന്റെ ഹൈ ലെവല്. അവസാനം അപ്പേനെ വിട്ട് ഷട്ടറൊക്കെ ക്ലോസ് ചെയ്യിപ്പിച്ചു. കാരണം തുവാല അടിക്കുന്നുണ്ടായിരുന്നു, ഏഞ്ചൽ അടുത്തിരിക്കുന്നുണ്ട്, നല്ല തുവാല ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പേടത്ത് പറഞ്ഞതൊക്കെ ക്ലോസ് ചെയ്യും, ഏഞ്ചലിന് മഴ കൊള്ളുന്നെന്ന്. പക്ഷെ ഏഞ്ചലിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഏഞ്ചൽ കൈയിട്ടടിയായിരുന്നു. ഏഞ്ചലിന് മഴ ആസ്വദിക്കണം. അവസാനം എങ്ങനെയെങ്കിലും വീണ്ടും തുറന്നു കൊടുത്തു. 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഞങ്ങൾ അവിടെ എത്തിയത് 3 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ കടന്നു. സംഗതി എവിടെ പോയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയ ടൈം അത് കുറച്ചു കടന്നുപോയി എന്ന് തോന്നുന്നു. കാരണം ആദ്യം ഇറങ്ങിയപ്പോഴും നേരെ അങ്ങോട്ട് പോവേണ്ടതായിരുന്നു. നേരെ പോയി ആ ഷോപ്പിൽ കയറിയതാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത്. പിന്നെ പള്ളിയിൽ മാസം അടക്കുന്ന ടൈമാണ് ഞങ്ങൾ അവിടെ പോയി എത്തുന്നത്. അതിന്റെ തിരക്ക് വേറെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്കൊന്ന് നേർച്ചയെങ്കിലും ഇടാൻ പറ്റിയത്. കാരണം അമ്മാതിരി തിരക്കും കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേർച്ച മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ അവിടെ ഒന്നും നിൽക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ് കേട്ടോ ചെയ്തത്. പിന്നെ കുറെ നേരത്തെ എന്താ പറയണ്ടേ, തല്ലുപിടിക്ക് ശേഷം അങ്ങനെ പറയണം, ഓട്ടേ കിടന്ന ഒരു എന്താ പറയണ്ട ഒരു ഡിബേറ്റ് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ലുലു പോണം വേണ്ട എന്നുള്ളൊരു ഡിബേറ്റ്. കാരണം എന്താന്ന് വെച്ചാ അപ്പയ്ക്ക് രാത്രി ആയിട്ട് റൂട്ട് മനസ്സിലാവുന്നില്ല. അതുമല്ല എന്തോ നമ്മുടെ പള്ളിയിൽ നിന്ന് അടുത്താണ് ലുലു മാള്, 2-2.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. പക്ഷെ അപ്പയ്ക്ക് രാത്രി ആയതുകൊണ്ട് റൂട്ട് കത്തുന്നില്ല. കാരണം റോഡ് മൊത്തം ശൂന്യം, പിന്നെ മഴ എല്ലാം കൂടിയിട്ട് അപ്പയ്ക്കൊന്നും കത്തുന്നില്ല. അങ്ങനെ പിന്നെ മാപ്പ് ഇട്ടു, ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടൊക്കെയാണ്, പിന്നെ വഴിയിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങള് കറക്റ്റ് ലുലുമാൾ ലൊക്കേഷനിൽ എത്തിയത്.
അതുകൊണ്ട് തന്നെ പോണോ വേണ്ടയോ ദൂരം ഉണ്ടോ എന്നുള്ള ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അടിപിടി എല്ലാം നടന്നു ഓട്ടയുടെ അകത്ത് വെച്ച്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ആഗ്രഹിച്ച കണക്ക് ഞങ്ങൾ ലുലു മാളിലൊക്കെ കൊണ്ടെത്തിച്ചു. പിന്നെ ഇപ്പൊ ക്രിസ്മസ് വരുമല്ലേ, അതിന്റെ ഒരു ഇത് ലുലുവിനകത്ത് കാണാനുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ഓവർ സാധനങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അവിടേക്ക് ഉള്ള സാധനങ്ങൾ തന്നെ പ്ലസ് ക്രിസ്മസിന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിലതിനൊക്കെ നല്ല വിലക്കുറവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് മറ്റേ ക്യാൻറ്റീൻ പോലുള്ള ലൈറ്റ് അതിനൊക്കെ ഇച്ചിരി വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എങ്ങനെ പോയാലും റേറ്റ് ലുലുമാളിൽ കുറവായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇനി ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ഒക്കെ ആയിരിക്കും. ഞങ്ങള് വലിയ സാധനങ്ങളൊന്നും ലുലുന്ന് വാങ്ങിക്കാൻ നിന്നില്ല. കാരണം ഓൾറെഡി ഞങ്ങള് ഇതിന്റെ തലേന്ന് തന്നെ പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. റിലയൻസിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സാധനങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് എന്തായാലും ഹൈപ്പർ മാർട്ടിൽ കയറിയതല്ലേന്ന് വിചാരിച്ച് അമ്മ ഇതെന്തുവാ പേര് പൊടിയും അരിപ്പൊടിയും പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ എനിക്ക് ഇത് കണ്ടപ്പോ പുതുമ തോന്നിയത് ആ ഒരു പിങ്ക് കളറ് ക്രിസ്മസ് ട്രീ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. വഴിയിൽ തന്നെ കാണാം. പിന്നെ ഞങ്ങള് ഒരു ഫേമസ് യൂട്യൂബറിനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ ഞങ്ങൾ ആരാന്ന് പറയുന്നില്ല, വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആളാരാണെന്നൊക്കെ. ഇതൊക്കെ ഇപ്പൊ വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ക്രിസ്മസ് എന്തുവാ ആ ഒരു വെഹിക്കിള് അതൊക്കെ ഞങ്ങൾ മുമ്പൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രൂപങ്ങളിന് കമ്പാരിറ്റീവ്ലി എനിക്ക് നല്ല റേറ്റ് ഉള്ള പോലെ തോന്നി. കാരണം ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ രൂപം മേടിക്കാറില്ല. എന്നാലും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ രൂപങ്ങളുടെ ഒരു ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. അതൊക്കെ വെച്ച് കുറച്ച് കൂടുതലാന്ന് തോന്നി. ഇതൊക്കെ അത്യാവശ്യം കുറച്ച് വൃത്തിയായിട്ടാണ് കേട്ടോ തോന്നിയത് ആ റേറ്റിന്. രൂപങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് എന്തിന്റെ രൂപം നമുക്ക് മനസ്സിലായിട്ടില്ല. മെഴുകിന്റെ രൂപമാണെങ്കിൽ എന്തായാലും റേറ്റ് കൂടുതലാണ്. പിന്നെ മറ്റേ മണ്ണിന്റെ അത് വെച്ച് ഉണ്ടാക്കുന്നതിനാണ് സാധാരണ റേറ്റ് കുറവ്. പക്ഷെ ഇത് 3000 സംതിങ്ങിന് മണ്ണിന്റെ ആണെങ്കിൽ അത് കൂടുതലാണ്. മെഴുകാണെങ്കിൽ ഒക്കെ ആണ്. കാരണം മെഴുകിന്റെ ഇത്തിരി റേറ്റ് കൂടുതലാണ്. നല്ല ലാസ്റ്റ് ചെയ്യുന്നതും ആണ്. പിന്നെ താണ്ട് ഈ ഒരു ക്രിസ്മസ് പാപ്പേനെ കണ്ടു കേട്ടോ. കുറെ ഗിഫ്റ്റഡ് ഒക്കെ ആയിട്ട് ആൾ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരനെയും കണ്ട ഒരു ഹായ് ഒക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ നേരെ പോയത് ഫുഡിന്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോഴാണ് ഈ രണ്ട് വ്യക്തികൾ എന്റെ കണ്ണിൽ ഉടക്കിയത് കേട്ടോ. കാണുന്നുള്ളൂ, നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ പുറകെ പോയി വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കണ്ടപ്പോഴും ശരി അവരവരുടെ വഴിക്ക് പോട്ടെ എന്നുള്ളൊരു മട്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് ഇനി തിരിച്ച് വീട്ടിലൊക്കെ എത്തേണ്ടതാണ്. കാരണം ഒന്നാമത് രാത്രി ആയല്ലോ. അപ്പോഴാണ് ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ പോയപ്പോൾ അവിടെയും കണ്ടത്. അവിടെയും നിൽപ്പുണ്ടവർ. പക്ഷെ അവർ നിന്ന് ക്യൂവിലല്ല കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് നിന്നത്. ഞങ്ങൾ വേറെ ക്യൂ ഒക്കെ മാറി നിന്നു. കാരണം നല്ല ലോങ് ആയിരുന്നു ക്യൂ. അതുകൊണ്ട് 2-3 ക്യൂ ഒക്കെ മാറി നിന്നൊക്കെയാണ് ഞങ്ങള് ബില്ലൊക്കെ അടിച്ചിട്ട്. അമ്മാതിരി തിരക്കുണ്ടായിരുന്നു. മിക്കവരും ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് ഫുഡ് വാങ്ങിക്കാനാണ്. അപ്പൊ അതിന്റെ തന്നെ ആയിരുന്നു കൂടുതലും തിരക്ക്. ഫുഡിന്റെ സെക്ഷനിൽ ഒരു മന്തി വാങ്ങിക്കാൻ ഞങ്ങൾ നിന്നെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. കാരണം ഒരുപാട് ടൈം എടുത്തിട്ടാണ് ആ മന്തി പോലും അവരും ഫുഡിന്റെ സെക്ഷനകത്ത് ഉണ്ടായിരുന്നു. അവരും ഫുഡ് വാങ്ങിക്കാനായിരുന്നു നിന്നത്. കാരണം ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് മണ്ടയിലോട്ട് ചെന്ന സമയത്തും അവരവിടെ ഉണ്ടായിരുന്നു. ഫുഡ് ഫ്ലോറിൽ ഫുഡ് കഴിക്കുന്ന ഫുഡ് കൗണ്ടറിൽ അവരുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാനും ഏഞ്ചലുമായിട്ട് വെളിയിൽ നിന്ന്, അതായത് അമ്മയും അപ്പയും ലാസ്റ്റ് മടുത്ത് അവിടെ കൗണ്ടറിൽ നിന്നും മടുത്ത് ഞാനും ഏഞ്ചലിനെ കൊണ്ടങ്ങ് വെളിയിൽ ഇറങ്ങി. അപ്പൊ പ്രിയം പുറകെ ഇറങ്ങി വന്നു. അപ്പൊ അമ്മയും അപ്പയും ബില്ലടിക്കുന്ന ടൈം കൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് എടുത്ത വീഡിയോസ് ഒക്കെയാണ് കേട്ടോ ഇത്. ഏഞ്ചല് ഭയങ്കര ഖുഷിയിലും ഹാപ്പിയിലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും ഏഞ്ചൽ ഉണർന്നു. ഞങ്ങൾ ഫുഡ് കൗണ്ടറിൽ നിന്ന സമയത്ത് തന്നെ ഏഞ്ചൽ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഞ്ചൽ ഉണർന്നല്ലോ. പിന്നെ ഏഞ്ചൽ ഒരിടത്ത് നിൽക്കത്തില്ല. ഞങ്ങൾക്ക് അറിയാവുന്നത് കാരണം ഞങ്ങള് ഇടങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഏഞ്ചലിനെ കൊണ്ട്. ഏഞ്ചൽ ഇതിനു മുന്നേയും വന്നിട്ടുണ്ട്. പക്ഷെ ഏഞ്ചൽ അന്ന് പൊടുതായിരുന്നു. 5 മാസം താണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം 10 മാസം ആയപ്പോഴാണ് ഏഞ്ചൽ പിന്നെയും പോകുന്നത്. 10 അല്ല 11 മാസം. കറക്റ്റ് 11 മാസം തികഞ്ഞ അന്നാണ് കേട്ടോ ഏഞ്ചല് ലുലുമാളിൽ പോകുന്നത്. അപ്പം അന്ന് ഏഞ്ചലിന് അന്ന് 5 മാസം ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഏഞ്ചലിന് ഓരോന്നും കാണുമ്പോഴൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഏകദേശം ഒരു കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് ഏഞ്ചലിന് അതിനേക്കാൾ ഇത്തിരി ഖുഷി ഇന്ന് പോയപ്പോ ഉണ്ടായിരുന്നു. അന്ന് പോയപ്പോ ഏഞ്ചൽ ഇത്തിരി കരച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ പ്രശ്നവും കാര്യവും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അബിക്കും മടുത്തു. അബിയും ഇറങ്ങി. കാരണം അമ്മാതിരി ക്യൂ ആയിരുന്നു. പോയവർക്കറിയാൻ പറ്റും. അതുപോലെ സൺഡേ അല്ലേ, സൺഡേ ആകുമ്പം എല്ലാവരും ഇവിടെയൊക്കെ കാണും. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഹൈപ്പർ മാർക്കറ്റിലാണ് കൂടുതലും തിരക്ക്
കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഹൈപ്പർ മാർട്ടിലല്ലാതെ വേറൊരു കടയിൽ കേറാറില്ല. അതും സത്യം. ഞങ്ങൾ ലുലുവിൽ കയറുന്ന തന്നെ ഹൈപ്പർ മാർട്ടിൽ മാത്രമാണ്. വേറെ ഒരു ഷോപ്പില് ഇടയ്ക്കും അല്ലെങ്കിൽ കയറി നോക്കും, അല്ലാതെ വാങ്ങിക്കാനൊന്നും നിക്കത്തൊന്നുമില്ല. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഹൈപ്പർ മാർട്ടിലേ കയറാറുള്ളൂ. അതേപോലെ ഇവിടത്തെ ആണെങ്കിലും കൊട്ടിയത്ത് പോയാലും ഹൈപ്പർ മാർട്ടാണ്. അവിടത്തെ ഹൈപ്പർ മാർട്ടാണ് ഞങ്ങൾക്ക് പ്രിയം. ഇതിപ്പോ ലാസ്റ്റ് കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവര് ബില്ലടിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സാധനങ്ങൾ തിരിച്ചെടുത്തിരുന്നാണ് ഈ കാണുന്നത്. അങ്ങനെ ആറ്റുനോറ്റ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ പിന്നെ ഇവര് ഈ പെട്ടിയിലായിരുന്നു കേട്ടോ അതിട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് ബില്ലടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ട്രോളി തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾക്കും സുഖം ട്രോളി ആണല്ലോ, കാരണം ഏഞ്ചലിനെ അതിനകത്ത് ഇരുത്താലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ട്രോളി തന്നെ എടുത്തു. ട്രോളിക്കകത്ത് ഏഞ്ചലിനെ ഇരുത്തി, സാധനങ്ങളും അതിനകത്ത് വെച്ചു, ക്യാരി ബാഗും അതിനകത്ത് വെച്ചു, ഞങ്ങളുടെ ബാഗുകളും അതിനകത്ത് വെച്ചു. എന്നിട്ട് ഉരുട്ടിക്കൊണ്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. ലിഫ്റ്റ് കയറാൻ നിൽക്കുന്ന ഇതാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരാളുണ്ടായിരുന്നു, പെട്ടെന്ന് ഞെക്കാൻ പോയപ്പോഴത്തേക്ക് ആളങ്ങ് പോയി. അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പിന്നെ ലിഫ്റ്റിൽ കയറി ഫുഡ് കോർട്ടിലോട്ട് അങ്ങ് ചെന്നിട്ടുണ്ടായിരുന്നേ. ഫുഡ് കോർട്ടിൽ ചെന്നപ്പോഴും അവിടെ ആ ഞങ്ങൾ പറഞ്ഞ യൂട്യൂബർ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയി ഇരുന്നതും. അത് ഞങ്ങൾ കണ്ടില്ല, ഇരുന്നതിന് ശേഷമാണ് അവർ ഞങ്ങൾ കാണുന്നത്. പിന്നെ അപ്പം വീഡിയോ എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ കുട്ടി ഇത്തിരി ഞോട്ടി ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ആൾ. അപ്പൊ അത് ഞങ്ങൾ കണ്ടു, ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. ആളിത്തിരി നോട്ടിയാന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏഞ്ചലിനും രാത്രിയിലൊന്നും കൊടുത്തില്ലല്ലോ, അപ്പൊ പിന്നെ ഏഞ്ചലിനും മന്തി റൈസ് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. ഏഞ്ചലും മന്തി അത്യാവശ്യം കഴിക്കും, പക്ഷെ ഇവിടത്തെ മന്തി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ടേസ്റ്റ് വല്ലാണ്ട് പിടിച്ചിട്ടില്ലായിരുന്നു, കാരണം ഇത്തിരി എരിവ് കൂടിപ്പോയി. കുരുമുളകിന്റെ അംശം തോന്നി, ഇത്തിരി കൂടുതലായിട്ട് തോന്നി. പിന്നെ ആ ജ്യൂസ് ഞങ്ങളുടെ ഫേവററ്റ് സാധനമാണ്. ഞങ്ങൾ എപ്പോൾ ലുലുമാളിൽ വന്നാലും ജ്യൂസ് വാങ്ങിച്ചു കുടിക്കും. പിന്നെ ഇവര് തന്തൂരി ഇതായിരുന്നു, ഗ്രിൽഡ് ചിക്കൻ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും കുഴപ്പമില്ലായിരുന്നു, അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുവാ കുബൂസും കുഴപ്പമില്ലായിരുന്നു. കുബൂസ് പക്ഷെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കൈയൊക്കെ ഒന്ന് കഴുകാനായിട്ടൊക്കെ പോകുകയായിരുന്നു കേട്ടോ. പോയിട്ട് വന്നു. പിന്നെ തിരിച്ചു പോകണമല്ലോ, തിരിച്ചു പോകാനായിട്ട് വീണ്ടും ലിഫ്റ്റിൽ കയറിയപ്പോൾ അവിടെയും തിരക്ക്. എന്നിട്ട് പിന്നെ ലിഫ്റ്റ് കയറി ഇറങ്ങി. പിന്നെ ഞങ്ങൾ കറങ്ങിയൊന്നും നിൽക്കാനോ ഒന്നും നിന്നില്ല. ഏഞ്ചലിന് പിന്നെ ഡയപ്പറും ചേഞ്ച് ചെയ്യണോ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് ഫീഡിങ് റൂമിൽ ചെന്നു. ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ലുലു മാളിൽ നിന്ന് ഫൈനലായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏഞ്ചലിന് ആ മറ്റേ ജ്യൂസ് വേണമെന്നുള്ള ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ജ്യൂസൊക്കെ ഏഞ്ചലിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിഫ്റ്റ് ഇരുന്ന് ഏഞ്ചല് കളിയൊക്കെ ആയിരുന്നു. അമ്മാമ്മയും കൊച്ചുമോളുമായിട്ടിരുന്ന് കളിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഏഞ്ചലിനാണെങ്കിൽ ഈ ട്രോളിയിൽ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. എപ്പോൾ പോയാലും, ഇപ്പം റിലയൻസിലാണേലും പോയാലും ഏഞ്ചലിന് ട്രോളിക്കകത്തിരിക്കും. നമ്മളുടെ കയ്യിൽ ഇരുന്ന് കുന്തും അവള് ട്രോളിക്കകത്തിരിക്കാനായിട്ട്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതിനകത്ത് ഉരുട്ടുന്നതൊക്കെ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ലുലുമാളോട് വിട പറഞ്ഞു. കൂടെ നിങ്ങൾക്കും കൂടി വിട കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.